ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റോസ്മീനോ. നമുക്കിന്ന് എളുപ്പത്തിലൊരു വാട്ടർ കളർ പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഇവിടെ മെയിനായിട്ട് 2 കളറേ യൂസ് ചെയ്യുന്നുള്ളൂ, പച്ചയും നീലയും. നമ്മൾ നീലാകാശം പച്ചക്കടൽ എന്ന് പറയില്ല, അതുപോലെ നീലാകാശവും ഇവിടെ പച്ച മരങ്ങളാണ്. ഓക്കെ, അതിനായിട്ടൊരു A4 ഷീറ്റാണ് ഞാൻ ഇവിടെ ഇപ്പോൾ സ്റ്റിക്ക് ചെയ്തെടുത്തേക്കുന്നത്. പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ മാർക്ക് ചെയ്തിട്ട് കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആവും. ഞാനിപ്പോൾ ഡയറക്റ്റ് കളർ അപ്ലൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇതിൽ വരയ്ക്കാനായിട്ട് അധികം ഒന്നുമില്ല, കാരണം ബ്ലൂ കളർ കുറച്ച് ഡാർക്കായിട്ട് എടുത്ത് അതിൻ്റെ മലനിരകളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇനി അതിന് താഴേക്ക് മലയുടെ കണ്ടിന്യൂഷനും അതിന് മുകൾ ഭാഗത്ത് ആകാശവും, അത് രണ്ടും ബ്ലൂ കളർ കുറച്ചൊന്ന് ലൈറ്റാക്കി ഒന്ന് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ താഴെ ഒരു അരുവി പോലെ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ബ്ലൂ തന്നെ കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ ഇരുവശത്തും കുറച്ച് ഡാർക്കായിട്ടും സെൻറ്റർ ഭാഗത്ത് കുറച്ച് ലൈറ്റായിട്ടും കൊടുക്കാം. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റിട്ട് ഒരു വെള്ളത്തിനൊക്കെ ഒരു തിളക്കം കിട്ടുമല്ലോ, അപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തോട്ടാണ് നമുക്ക് മരങ്ങൾ വരയ്ക്കാനുള്ളത്, മരങ്ങളും പുല്ലുകളും ഒക്കെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ പൈൻ മരങ്ങളാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വരയ്ക്കുന്ന ആ സെയിം മെത്തേഡാണ് കേട്ടോ. കുറച്ച് തിക്കായിട്ട് പുല്ലുകൾ നിൽക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പഴയ ബ്രഷോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള നാരുള്ള ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡാർക്ക് ഗ്രീൻ കളറും ലൈറ്റ് ഗ്രീൻ കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒപ്പിക്കൊടുക്കും. അതിന് മുകളിലോട്ട് നമുക്ക് പല വലിപ്പത്തിലുള്ള മരങ്ങൾ വരയ്ക്കണം. നമ്മൾ അടുത്ത് കാണുന്ന മരങ്ങളെ കുറച്ച് വലിപ്പത്തിലും ദൂരോട്ട് കാണുന്നത് കുറച്ച് ചെറുതായിട്ടും വേണം വരയ്ക്കാൻ. അതിനനുസരിച്ച് വേണം ആ സെൻറ്റർ ഭാഗത്തെ തടിയുടെ നീളം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അതിനൊക്കെ ട്രയാങ്കിൾ ഷേപ്പിൽ അതിൻ്റെ ശിഖരങ്ങളും വരച്ചു കൊടുക്കണം. അതിനുശേഷം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമ്മൾ നേരത്തെ പുല്ല് എങ്ങനെയാണോ സെറ്റാക്കിയത് അതുപോലെ തന്നെ ബ്രഷ് വെച്ചൊന്ന് ഒപ്പിക്കൊടുത്ത് ഗ്രീൻ കളർ വെച്ച് ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒന്ന് ഫില്ലാക്കി എടുക്കണം. ഇനി മരങ്ങളുടെ നിഴലൊന്ന് ഈ അരുവിയിൽ കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലല്ലേ മരങ്ങൾ വരച്ചത്, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് മുകൾ ഭാഗം വീതി കൂടിയിട്ട് താഴോട്ട് വീതി കുറഞ്ഞ രീതിയിൽ ഡാർക്ക് ബ്ലൂ വെച്ച് ഈ അരുവിയിലൊന്ന് ഷെയ്ഡ് കൊടുക്കുക. ഫൈനൽ ടച്ചപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനറി റെഡി. ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്ത് തന്നെയാണെങ്കിലും അഭിപ്രായം അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ.